അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് സ്വലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ബഹുമാന്യരായ സഹോദരങ്ങളെ, വിദ്യാർത്ഥികളെ, വിശ്വപ്രസിദ്ധനായ പണ്ഡിതൻ ഷെയ്ഖ് നാസിറുദ്ദീൻ അൽ അൽബാനി റഹിമഹുല്ലാ നമ്മളിവിടെ സുബഹ് നമസ്കാരങ്ങൾക്ക് ശേഷം കഴിഞ്ഞ വർഷം ആരംഭിച്ച സിഫത്തു സ്വലാത്തിൻ നബി എന്ന ലോകപ്രസിദ്ധമായ ഗ്രന്ഥമടക്കം ഒരുപാട് നിരവധി ഗ്രന്ഥങ്ങളുടെ ഗ്രന്ഥകർത്താവായ വ്യക്തിയാണ് ഷെയ്ഖ് നാസിറുദ്ദീൻ അൽബാനി. അദ്ദേഹത്തിന് ലോകത്തിൻ്റെ വ്യത്യസ്ത ഭാഗങ്ങളിലായി ആയിരക്കണക്കിന് ശിഷ്യന്മാരുണ്ട്. ആ ശിഷ്യഗണങ്ങളുടെ കൂട്ടത്തിൽ ഇന്ന് ഹദീസ് വിജ്ഞാനത്തിൻ്റെ ലോകത്ത് അറിയപ്പെടുന്ന പണ്ഡിതന്മാരിൽ ഒരാളാണ് ഇന്നലെ നമ്മുടെ ജാമിയ സന്ദർശിച്ച, നമ്മളുമായി 1 മണിക്കൂറോളം സംവദിക്കുകയും വളരെ കനപ്പെട്ട ഉപദേശങ്ങൾ വിദ്യാർത്ഥികൾക്ക് നൽകുകയും ചെയ്ത ദക്തൂർ ആസിം ഇബ്നു അബ്ദില്ല അൽ ഖറിയൂത്തി. അദ്ദേഹം നമ്മുടെ വിദ്യാർത്ഥികളോട് ഇന്നലെ സംസാരിച്ച സംസാരത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട 8 ഉപദേശങ്ങൾ, സംസാരത്തിൽ നിന്ന് നമ്മുടെ വിദ്യാർത്ഥികൾ മനസ്സിലാക്കേണ്ടതായ 8 ഉപദേശങ്ങളാണ് അദ്ദേഹത്തിൻ്റെ സംസാരത്തിൽ പ്രത്യേകം എടുത്തു പറഞ്ഞത്. ഒന്ന്, അത്തഖറുബ് ഇലല്ലാഹി ബിൽ അഅമാലി സ്വാലിഹ. അള്ളാഹുവിൻ്റെ ദീന് പഠിക്കുന്ന വിദ്യാർത്ഥികൾ എന്ന അർത്ഥത്തിൽ അള്ളാഹുവിലേക്ക് സൽക്കർമ്മങ്ങൾ കൊണ്ട് കൂടുതൽ അടുക്കാൻ നമ്മളെല്ലാവരും ശ്രദ്ധിക്കേണ്ടതുണ്ട്, അതിൽ ജാഗ്രത പുലർത്തേണ്ടതുണ്ട് എന്നുള്ളൊരു ഉപദേശമാണ്. സൽക്കർമ്മങ്ങൾ ചെയ്യുന്നതോടൊപ്പം തന്നെ തജന്നബൽ മുഹറമാത് ഖദ്റ ഇസ്തിതാഅതിക്, സാധിക്കുന്ന അത്ര തിന്മകളിൽ നിന്ന് അകന്നു നിൽക്കാനും നമുക്ക് സാധിക്കണം. കാരണം പാപങ്ങൾ ഒരു വ്യക്തിയെ അള്ളാഹുവിൽ നിന്ന് അകറ്റിക്കൊണ്ടുപോകും എന്നുള്ളത് പരമയാഥാർത്ഥ്യം. അതുകൊണ്ട് ദീൻ പഠിക്കുന്ന വിദ്യാർത്ഥി എന്ന അർത്ഥത്തിൽ തിന്മകളിൽ നിന്ന് പരമാവധി അള്ളാഹ് ഹറാമാക്കിയ കാര്യങ്ങളിൽ നിന്ന് എത്ര മാറി നിൽക്കാൻ കഴിയുമോ അത്രയും അവൻ മാറി നിൽക്കട്ടെ എന്ന വലിയൊരു ഉപദേശം. പ്രത്യേകിച്ച് അദ്ദേഹം കോട്ട് ചെയ്തു പറഞ്ഞൊരു വാക്ക്, ലാ സിയ്യമ അൽ ജവ്വാൽ ഓ ഫസാദുൽ മുന്തശർ. പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ സോഷ്യൽ മീഡിയ വർദ്ധിക്കുന്നത് വഴി, അതിൻ്റെ ഉപയോഗം വർദ്ധിക്കുന്നത് വഴി വളരെ വ്യാപകമായി കൊണ്ടിരിക്കുന്ന മൊബൈലുമായി ബന്ധപ്പെട്ട ദുരുപയോഗങ്ങളും അത് നമ്മുടെ മനസ്സിനെയും നമ്മുടെ ചിന്തയെയും സ്വാധീനിക്കുന്ന അപകടകരമായ അവസ്ഥകളെക്കുറിച്ചും അദ്ദേഹം പ്രത്യേകം പറഞ്ഞു. അവിടെ അള്ളാഹു സദാസമയം നമ്മെ കാണുന്നുണ്ട് എന്ന വിശ്വാസം വളർത്തുക വഴി ഇത്തരം ആധുനിക കാലഘട്ടത്തിൽ എല്ലാവരെയും, ചെറിയവരെന്നോ മുതിർന്നവരെന്നോ വ്യത്യാസമില്ലാതെ എല്ലാവരെയും ബാധിച്ചു കൊണ്ടിരിക്കുന്ന മൊബൈലുമായി ബന്ധപ്പെട്ട, സോഷ്യൽ മീഡിയയുമായി ബന്ധപ്പെട്ട വലിയ തിന്മകളിൽ പെടാതെ ആ തിന്മകളിൽ നിന്ന് മാറി നിൽക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണമെന്നും അതിനുവേണ്ടി നമ്മുടെ ഈമാനിനെ ശക്തിപ്പെടുത്തണമെന്നും അദ്ദേഹം ഓർമ്മപ്പെടുത്തി. പിന്നീട് അദ്ദേഹം പറഞ്ഞ 4ാമത്തെ പ്രധാനപ്പെട്ട ഉപദേശം, ലാ തത്റുകി ശുബ്ഹാത്ത് തക്ബുറു ഫീ ഖൽബിക ഹത്താ തുഖ്രിജക മിനദ്ദീൻ. വിദ്യാർത്ഥി എന്ന അർത്ഥത്തിൽ സ്വാഭാവികമായും പഠനം നടത്തുന്നവരാണ്. പല വിഷയങ്ങളിലും മനസ്സിൽ സംശയം ഉണ്ടാവും. ശുബ്ഹാത്താണ്, അവ്യക്തതകളാണ്. നമ്മുടെ ചുറ്റുപാടുകളിൽ നിന്ന് നമ്മുടെ ദീനിനെക്കുറിച്ചും മറ്റും കേൾക്കുന്ന ആരോപണങ്ങൾ ഉണ്ടാവും. അത് നമ്മുടെ മനസ്സിൽ കടന്നങ്ങനെ വലുതാകും. അങ്ങനെ സംശയങ്ങൾ മനസ്സിൽ കടന്ന് വലുതായി അവസാനം ആ സംശയം കാരണം ദീനിൽ നിന്ന് പുറത്തു പോകുന്ന അവസ്ഥ വരാൻ പാടില്ല. അതുകൊണ്ട് വിദ്യാർത്ഥി എന്ന അർത്ഥത്തിൽ ദീനിനെക്കുറിച്ച് എന്ത് സംശയങ്ങളുണ്ടെങ്കിലും, എന്ത് അവ്യക്തതകളുണ്ടെങ്കിലും അതിൻ്റെ ആളുകളോട് ചോദിച്ച് മനസ്സിലാക്കി
ആ അവ്യക്തതകളെ, സംശയങ്ങളെ അതിൻ്റെ മുളയിലെ തന്നെ ഇല്ലാതെയാക്കാൻ ഒരു വിദ്യാർത്ഥി ശ്രദ്ധിക്കണമെന്ന് അദ്ദേഹം പ്രത്യേകം പറഞ്ഞു. അതിൻ്റെ കൂട്ടത്തിൽ അദ്ദേഹം പറഞ്ഞത് ഇർജിഅ ഇലാ അഹ്ലിൽ ഇൽമിൽ മഅറൂഫീൻ അൽ മൗസൂഖീൻ, ഇത്തരം വിഷയങ്ങളിൽ നീ മടങ്ങി ചെല്ലേണ്ടത്, സംശയങ്ങൾ തീർക്കാൻ ചെല്ലേണ്ടത് പ്രസിദ്ധരായ വിശ്വസ്തരായ പണ്ഡിതന്മാരുടെ സമീപത്തേക്കാണ്. അവിടെ അദ്ദേഹം ചില ഉദാഹരണങ്ങൾ പറഞ്ഞു. ഭൗതിക വിഷയങ്ങളിൽ നമ്മൾ നമ്മുടെ വീടിൻ്റെ കറണ്ടുമായി ബന്ധപ്പെട്ട, ഇലക്ട്രിസിറ്റിയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കംപ്ലൈൻറ്റ് വന്നാൽ നമ്മൾ നേരെ ചെന്നുകൊണ്ട് ഏതെങ്കിലും കച്ചവടക്കാരനെ സമീപിക്കുകയില്ല. അതല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടല്ലാതെ ഇലക്ട്രിസിറ്റിയുമായി ബന്ധപ്പെട്ട ആളെ സമീപിക്കുക അല്ലാതെ വേറെ ഏതെങ്കിലും വകുപ്പിൽ പ്രഗത്ഭരായ ആളുകളെ ഒരിക്കലും നമ്മൾ സന്ദർശിക്കാറില്ല. കാരണം ഓരോ ഫന്നിനും ഓരോ ജോലിക്കും അതിൻ്റേതായ ആളുകളുണ്ട്. ഭൗതികമായ ലോകത്ത് നമ്മൾ രോഗം വന്നാൽ പ്രഗത്ഭരായ ഡോക്ടർമാരെ സമീപിക്കും, അവിടെ എഞ്ചിനീയർമാരെ സമീപിക്കൂല. എന്നാൽ എഞ്ചിനീയർമാരുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ നമ്മൾ അവരെ തന്നെ സമീപിക്കും. പക്ഷേ ദീനിൻ്റെ വിഷയത്തിൽ അങ്ങനെയല്ല പലപ്പോഴും സംഭവിക്കുന്നത്. ദീനിൽ സംശയമുണ്ടെങ്കിൽ ആരോടും ചോദിക്കാം, എല്ലാവർക്കും ഫത്വ പറയാമെന്ന ഒരവസ്ഥാ വിശേഷമുണ്ട്. അതുകൊണ്ട് ഒരു കാരണവശാലും ദീനിൻ്റെ വിഷയത്തിൽ അറിവുള്ള പ്രഗത്ഭരായ, ആ വിഷയത്തെക്കുറിച്ച് അറിയാവുന്ന വിശ്വസ്തരായ പണ്ഡിതന്മാരെ അല്ലാതെ നീ സമീപിച്ച് നിന്റെ സംശയം നീക്കാനും വിഷയങ്ങൾ പഠിക്കാനും തുനിയരുത് എന്ന് അദ്ദേഹം പ്രത്യേകം ഉപദേശിച്ചു. പിന്നീട് അദ്ദേഹത്തിന്റെ ഉപദേശം, ലാ തഅഖുദിൽ ഇൽമ മിമ്മൻ ലാ തഅരിഫു വതഅരിഫു അഖീദതഹു വമൻഹജഹു വകദാലിക അഅ്തമിദ് അലൽ മവാഖിഇൽ മൗസൂഖ ബിഹാ. ഒന്ന്, നീ ദീൻ സ്വീകരിക്കുമ്പം ദീൻ സ്വീകരിക്കുന്ന വ്യക്തി ആരാണ്, ആരിൽ നിന്നാണ് നീ സ്വീകരിക്കുന്നത് എന്നതിനെക്കുറിച്ച് നീ ശ്രദ്ധ പുലർത്തണം. നിനക്കറിയാത്ത, സോഷ്യൽ മീഡിയയിൽ പ്രസിദ്ധനായിരിക്കാം, പക്ഷെ അദ്ദേഹത്തിൻ്റെ വിശ്വാസം എന്താണെന്ന് നിനക്കറിയില്ല. അദ്ദേഹം ഉൾക്കൊള്ളുന്ന അപകടകരമായ ആശയങ്ങളുണ്ടാകും. അദ്ദേഹത്തിൻ്റെ മൻഹജ് എന്താണെന്നോ അഖീദ എന്താണെന്നോ നിനക്കറിയില്ല. അങ്ങനെയുള്ള ആളുകളിൽ നിന്ന് നീ ദീൻ സ്വീകരിക്കാൻ പാടില്ല. പ്രത്യേകിച്ച് നമ്മൾ ഈ കാലഘട്ടത്തിൽ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. സോഷ്യൽ മീഡിയയും മറ്റും ഒക്കെ വളരെ വ്യാപകമായപ്പോൾ ചെറുപ്പക്കാരായ ആളുകൾ ദീന് കയറുകയും ദീൻ പഠിക്കണമെന്ന അതിയായ താല്പര്യം കൊണ്ട് ഡോക്ടർമാർ, എഞ്ചിനീയർമാർ ഗൂഗിളിൽ സെർച്ച് ചെയ്യുകയും കാണുന്ന സൈറ്റുകൾ മുഴുവൻ സന്ദർശിച്ചുകൊണ്ട് ആരാണെന്നറിയാതെ ഇത് പ്രതിനിധാനം ചെയ്യുന്ന ആളുകളുടെ വിശ്വാസം എന്താണെന്നറിയാതെ അവരിൽ നിന്നെല്ലാം ദീന് പഠിക്കുകയും തെറ്റായ രൂപത്തിൽ ദീന് മനസ്സിലാക്കുകയും അവസാനം ആ ദീന് അപകടകരമായ തീവ്രവാദപരമായ അവസ്ഥകളിലേക്കും മറ്റും എത്തിച്ചേരുകയും ചെയ്യുന്ന സാഹചര്യം വളരെ കൂടുതലാണ്. അപ്പം അദ്ദേഹം പ്രത്യേകം കോട്ട് ചെയ്തൊരു വാക്കാണ്, നമ്മൾ സോഷ്യൽ മീഡിയ ഉപയോഗപ്പെടുത്തുമ്പോൾ, സൈറ്റുകൾ ഉപയോഗപ്പെടുത്തുമ്പോൾ അതിനെ പൂർണ്ണമായി നമുക്ക് നിഷേധിക്കാൻ കഴിയില്ല. വിശ്വസ്തരായ പ്രഗത്ഭരായ നമുക്കറിയാവുന്ന യഥാർത്ഥ സോഴ്സിൽ നിന്നാണ് പണ്ഡിതന്മാരുടെയും അതുപോലെയുള്ള സംവിധാനങ്ങളുടെയും സൈറ്റാണെന്നും അതുപോലെയുള്ള ആളുകളാണ് ഈ പണ്ഡിതന്മാരെന്നും നാം ഉറപ്പുവരുത്തുകയും അങ്ങനെ വിശ്വാസവും മൻഹജും ശരിയായ ആളുകളിൽ നിന്നും അവരുമായി ബന്ധപ്പെട്ട സോഷ്യൽ മീഡിയകളിൽ നിന്നും സൈറ്റുകളിൽ നിന്നും മാത്രമേ നമ്മൾ ദീന് മനസ്സിലാക്കാനും അത് ഉൾക്കൊള്ളാനും പാടുള്ളൂ എന്ന് അദ്ദേഹം പ്രത്യേകം ഉപദേശിച്ചിട്ടുണ്ട്. പിന്നീട് അദ്ദേഹത്തിൻ്റെ ഉപദേശം കടന്നുപോയത്, അദ്ദേഹം പറഞ്ഞത് ഉമ്മഹാത്തുൽ കുത്തുബ്, ഓരോ വിഷയങ്ങളിലും പ്രശസ്തമായ പുസ്തകങ്ങൾ ഉണ്ടാകും. പ്രത്യേകിച്ച് ഹദീസിന്റെ വിഷയമാണ് അദ്ദേഹം സംസാരിച്ച്. ആ വിഷയത്തിൽ നാം വായിച്ചിരിക്കേണ്ട പ്രധാനപ്പെട്ട പുസ്തകങ്ങളെല്ലാം നമ്മൾ വായിക്കണം. മാത്രമല്ല ഒരു പുസ്തകത്തിന്റെ വ്യത്യസ്ത ഷറഹുകൾ ഉണ്ടാവും, ഷുറൂഹുകൾ മുഴുവൻ നമ്മൾ വായിക്കണം. കാരണം നമ്മൾ എത്ര പേജ് വായിച്ചു എന്നതിനല്ല പ്രാധാന്യം, എത്രയധികം പുസ്തകങ്ങൾ വായിച്ചു എന്നതല്ല നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. മറിച്ച് അൽ മുഹിമ്മു അൻ തഫ്ഹമ മാ തഖറഉ, നീ വായിച്ചത് നിനക്ക് എത്ര മനസ്സിലായി, ആ വായിച്ചതിൻ്റെ ആഴങ്ങളിലേക്ക് നീ എത്ര ഇറങ്ങിച്ചെന്നു എന്നുള്ളതാണ് പ്രധാനം. അതുകൊണ്ട് വായിക്കുന്ന വിഷയങ്ങളിൽ, ആ വായിക്കുന്ന കാര്യത്തിൽ നീ കൂടുതൽ ശ്രദ്ധിക്കുകയും അത് കൃത്യമായി ഉൾക്കൊണ്ട് മനസ്സിലാക്കാൻ വേണ്ടി എത്ര സമയമെടുത്താലും ആ രൂപത്തിൽ തന്നെ വായന നിലനിർത്തുകയും ചെയ്യണമെന്ന് അദ്ദേഹം പ്രത്യേകം ഉപദേശിച്ചു. പിന്നീട് അദ്ദേഹം ആ വിഷയത്തിൽ പ്രത്യേകമായി കൊണ്ട് പറഞ്ഞ മറ്റൊരു ഉപദേശം, അൻ തഖ്തദിയ ബിഹദിയിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, മതം
പഠിക്കുന്ന വിദ്യാർത്ഥികളും മതവുമായി ബന്ധപ്പെട്ട് ദീനുമായി ബന്ധപ്പെട്ട് പ്രയത്നിക്കുന്നവരുമെല്ലാം പ്രവാചകന്റെ സുന്നത്ത് സ്വീകരിക്കുന്നതിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. അതെന്തിനാണ്? ആമത്തുന്നാസ്, പൊതുവായ ജനങ്ങൾ, സാധാരണക്കാരായ ആളുകൾ, അവർ ദീന് മനസ്സിലാക്കുന്നത് ദീനുമായി ബന്ധപ്പെട്ട ആളിൽ നിന്നാണ്, ദീന് പഠിക്കുന്ന കുട്ടികളിൽ നിന്നാണ്. അവരിതൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ശരിയാണ് എന്നൊരു ധാരണ പൊതുസമൂഹത്തിലുണ്ട്. അതുകൊണ്ട് സാധാരണക്കാരായ മനുഷ്യന്മാർ നമ്മിലേക്ക് ശ്രദ്ധിക്കും. നമ്മുടെ നമസ്കാരം, നമ്മുടെ ഇടപെടലുകൾ, നമ്മുടെ ആരാധന കർമ്മങ്ങളുടെ രീതികൾ, ഇതെല്ലാം പൊതുജനങ്ങൾ ശ്രദ്ധിക്കും. നാം ആ വിഷയത്തിൽ അബദ്ധം ചെയ്താൽ, നമ്മുടെ നമസ്കാരത്തിലോ ആരാധനകളുടെ രൂപങ്ങളിലോ മതപരമായല്ലാത്തത്, ദീനീയല്ലാത്തത്, ശറഅന് യോജിക്കാത്തത് വല്ലതും കടന്നു വന്നാൽ സാധാരണക്കാരായ ആളുകൾ അത് ദീനാണെന്ന് തെറ്റിദ്ധരിക്കാനും അത് നമ്മിൽ നിന്ന് സ്വീകരിക്കാനും ലലാലത്തിന്റെ മാർഗത്തിൽ, ലലാലത്തിന്റെ കാരണമായി നമ്മളുടെ പ്രവർത്തനങ്ങൾ മാറാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് ദീന് പഠിക്കുന്നവർ എന്ന അർത്ഥത്തിൽ ഏത് വിഷയത്തിലും മതപരമായ കൃത്യമായ പ്രവാചകന്റെ സുന്നത്ത് സ്വീകരിക്കുകയും അതനുസരിച്ച് തന്നെ മുന്നോട്ട് പോവുകയും ചെയ്യണമെന്ന വലിയ ഈ ഉപദേശങ്ങളാണ് അദ്ദേഹം നമുക്ക് നൽകിയത്. കനപ്പെട്ട, വിലപ്പെട്ട അദ്ദേഹത്തിൻ്റെ ഉപദേശങ്ങൾ നമ്മളെല്ലാവരും പാലിക്കുകയും ശ്രദ്ധ പുലർത്തുകയും മതപരമായ വിജ്ഞാനങ്ങളിൽ കൂടുതൽ താല്പര്യത്തോടുകൂടി നമുക്ക് മുന്നേറാനും സാധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.